പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധായി സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് സഭയുടെ ഒരു പ്രധാനപ്പെട്ട ദിനമാണ്. യുവാക്കളായ രണ്ടുപേര് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന സുദിനമാണിത്. സഭയ്ക്ക് യുവജനങ്ങളോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിക്കാൻ, യുവജനങ്ങൾക്കും നന്മയിൽ നിലനിൽക്കാനും ദൈവകൃപയിൽ വളരാനും വിശുദ്ധരാകാനും ജീവിക്കാനും കഴിയും എന്ന് 100 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പിയർ ഗ്ലോറിയോ പ്രസാറ്റി രണ്ടാമതായിട്ട് ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന കാർലോ അക്വിറ്റീസ്, അദ്ദേഹത്തിന്റെ കാലഘട്ടം 91-2006. അപ്പോൾ ഈ രണ്ട് വിശുദ്ധരും പ്രാധാന്യമർഹിക്കുന്നവരാണ്, സഭയുടെ വിവിധ മുഖങ്ങൾ കാണിക്കുന്നവരാണ്. പ്രസാറ്റിയെ പറ്റി പറഞ്ഞാല്, പിയർ ജോർജ് പ്രസാറ്റിയെ പറ്റി പറഞ്ഞാല്, അദ്ദേഹത്തിന്റെ ജീവിതം 25 വർഷങ്ങൾ മാത്രമേ ജീവിച്ചുള്ളൂ. 1901 മുതൽ 25 വരെ. ആ കാലഘട്ടത്തില് സവിശേഷമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആളാണ്. പ്രത്യേകിച്ചും രോഗികളോടും അവശരോടും ഞെരുക്കനുഭവിക്കുന്നവരോടും സാമ്പത്തിക ക്ലേശമുള്ളവരോടും ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ വേദനയെ അകറ്റാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് പ്രസാറ്റി. വിൻസെന്റ് ഡി പോളിന്റെ പ്രവർത്തകരില് സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് നമ്മുടെ ദേവാലയത്തിന്റെ ഫ്രണ്ടിൽ വഴിയോട് ചേർന്ന് ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോയും അദ്ദേഹത്തെ വിശുദ്ധനാക്കുന്ന കാര്യവും എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുകയില്ല, ശ്രദ്ധിക്കണം. അപ്പോൾ യേശു പറഞ്ഞ ഈ ചെറിയൊരാക്കിയപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ഈ ചെറിയൊരാൾക്ക് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. യേശു അന്ത്യവിധിയെ പറ്റി പറയുമ്പോൾ, എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നു, എനിക്ക് ദാഹിച്ചു, കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, പാർപ്പിച്ചു, ഞാൻ നഗ്നനായിരുന്നു, എനിക്ക് നിങ്ങൾ വസ്ത്രം നൽകി, എനിക്ക് കിടപ്പാടമില്ലായിരുന്നു, എന്നെ പാർപ്പിച്ചു. അത് ചെയ്യുന്നവരാണ് വലത്തുവശത്തുള്ള അനുഗ്രഹീതര്. പാപങ്ങളോടും ദരിദ്രരോടുമൊക്കെ പുറംപിരിഞ്ഞു നിൽക്കുന്നവര്, അവർക്ക് കഠിനമായ വിധിയാണ് വരിക. അവരെ സംബോധന ശപിക്കപ്പെട്ടവര് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇഹലോക ജീവിതത്തില് സ്വന്തം കാര്യവും സുഖവും സൗകര്യവും മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കുന്നവര്, അങ്ങനെ സ്വാർത്ഥതയിൽ മരിക്കുന്നവർക്ക്, മറ്റുള്ളവരെ യാതൊരു ഉപകാരവും ചെയ്യാതെ ജീവിക്കുന്നവർക്ക്, സ്വന്തം തീരും കുടിയുമായിട്ട് കഴിയുന്നവർക്ക്, മറ്റുള്ളവരെ മുതലെടുക്കുന്നവർക്ക്, തട്ടിപ്പിലും വെട്ടിപ്പിലും കൂടി മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നവർക്ക്, അവർക്കുള്ള വചനമാണ്, തിന്മയിൽ നിന്നുള്ള വചനമാണ് ശപിക്കപ്പെട്ടവരെ. പിശാചിനും അവന്റെ സന്തതികൾക്കുമായിട്ടുള്ള നിത്യാഗ്നിയിലേക്ക്, നിത്യശിക്ഷയിലേക്ക് പോകുമ്പോൾ അതാ യേശു പറയുന്നത് ഇടതുവശത്തുള്ളവരോട്. വലത്തുവശത്തുള്ളവരോട് പറയുന്നത്, നന്മ ചെയ്ത് ജീവിക്കുന്നവരോട് പറയുന്നത്, എനിക്ക് വിശന്നു, ആഹാരം തന്നു, ദാഹിച്ചു, കുടിക്കാൻ തന്നു, പരദേശിയായിരുന്നു, പാർപ്പിച്ചു, നഗ്നനായിരുന്നു, എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് ശ്രമിച്ചത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനത്തിന് ആരംഭം മുതൽ നീതിമാർക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയും, അതാണ് അവർക്കുള്ള ആശ്വാസ വചനങ്ങൾ. ഈ വചനങ്ങൾ ജീവിതത്തിൽ കാപ്പു സൂക്ഷിച്ചുകൊണ്ട്, സ്വന്തം പ്രവർത്തനചര്യ വഴിയായിട്ട് നന്മ ചെയ്തുകൊണ്ട്, രോഗികൾക്ക് ആശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട്, സാധുക്കളെ സഹായിച്ചുകൊണ്ട്, തനിക്ക് പിതാവിൽ നിന്ന് കിട്ടിയ, ആഘോഷിക്കാൻ കിട്ടിയ പണമെല്ലാം സാധുക്കൾക്കായിട്ട് പങ്കുവെച്ചുകൊണ്ട്, അങ്ങനെ ജീവിതം കൃപയുടേതാക്കി മാറ്റിയ വിശുദ്ധനാണ് പിയർ ഗ്ലോറിയോ പ്രസാറ്റി എന്ന് പറയുന്ന വിശുദ്ധൻ.
ജോർജ് ബർസാറ്റി എന്ന് പറയുന്ന വിശുദ്ധൻ നന്മ ചെയ്തുകൊണ്ട് തന്റെ ജീവിതം നന്മ നിറഞ്ഞതാക്കി. അദ്ദേഹത്തിന്റെ മരണത്തെ പറ്റി പറയുന്നത്, രോഗികളെ ശുശ്രൂഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു പകർച്ചവ്യാധി കിട്ടി. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം 1-2 ദിവസത്തിനുള്ളിൽ മരണമടഞ്ഞു എന്നുള്ളതാണ്. പോളിയോ ബാധിതനായി. അന്ന് അതിന് വേണ്ട ഉചിതമായ ചികിത്സകൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഉപകാരം ചെയ്ത് രോഗി ശുശ്രൂഷ ചെയ്തപ്പോഴാണ് അത് കിട്ടിയത്. അത് കഴിഞ്ഞ് 1-2 അദ്ദേഹത്തിന് തളർച്ച അനുഭവപ്പെട്ടു, നടക്കാൻ കഴിയാതെ പോയി. അങ്ങനെ മരിച്ച ഒരു വിശുദ്ധനാണ് ജോർജ് ബർസാറ്റി എന്ന് പറയുന്ന വിശുദ്ധൻ. അദ്ദേഹത്തെ ഇന്ന് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. 1990 പോപ്പ് ജോൺ പോൾ II അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തി. അദ്ദേഹം പലരുടെയും മധ്യസ്ഥനാണ്. ഒന്ന് സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളുടെ നിങ്ങളുടെയൊക്കെ മധ്യസ്ഥനാണ്. രണ്ടാമതായിട്ട് യങ് കാത്തലിക്സ്, യുവജനങ്ങളുടെ മധ്യസ്ഥനാണ്. മൂന്നാമതായിട്ട് ഈ മഞ്ഞുമല കയറുന്ന ആളായിരുന്നു. അതുകൊണ്ട് പർവ്വതങ്ങൾ കയറുന്നവരുടെ എല്ലാം മധ്യസ്ഥനാണ്. അതുപോലെ യൂത്ത് ഗ്രൂപ്പിന്റെ മധ്യസ്ഥനാണ്. യുവജനങ്ങളുടെ സമ്മേളനം വിവിധ രാജ്യങ്ങളിൽ 4 വർഷം കൂടുമ്പോൾ മാർപ്പാപ്പ വിളിച്ചു കൂട്ടാറുണ്ട്. സമ്മേളനത്തിന്റെ മധ്യസ്ഥനായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ യുവജനങ്ങളുടെ ഒരു മതി. 2 പേർക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, 2 പേരും മരിച്ചിട്ടും അവരുടെ ശരീരങ്ങൾ അഴുകാതിരിക്കുകയാണ്. 2 വിശുദ്ധരും മരിച്ചിട്ടും അവരുടെ മൃതശരീരങ്ങൾ അഴുകിയിട്ടില്ല. സാധാരണയായിട്ട് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ശരീരം അതിൽ പുഴുക്കൾ വരും, ശരീരം അഴുകും. ഏതാനും കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ അസ്ഥി പഞ്ചരമാകും. എന്നാലും സഭയുടെ ചരിത്രത്തിൽ അഴുകാത്ത ശരീരവുമായിട്ട് ദൈവത്തിന്റെ മഹത്വം പ്രകടിപ്പിക്കുന്ന വിശുദ്ധര് പല കാലഘട്ടങ്ങളിലായിട്ട് പലരും സഭയിലുണ്ട്. അവരുടെ പുണ്യ ശരീരങ്ങൾ ഇന്നും ദേവാലയങ്ങളിൽ സൂക്ഷിക്കപ്പെടുകയും ആദരിക്കുകയും വണങ്ങുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് അവിടെ ഉയർന്ന ജോലിയുള്ള ആളായിരുന്നു. ജർമ്മനിയിൽ അംബാസഡറായിട്ട് ജോലി ചെയ്ത ആളാണ്, ഇറ്റലിയുടെ പ്രതിനിധിയായിട്ട്. അദ്ദേഹം മരിച്ച് ടൂറിലെ ദേവാലയത്തിൽ അവിടുത്തെ ഒരു ബസിലിക്ക, ഒരു കത്തീഡ്രൽ ദേവാലയത്തിലാണ് അദ്ദേഹത്തിന്റെ ശരീരം, പാവന ശരീരം ഇന്ന് സൂക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അൽഫ്രഡോ ബർസാറ്റി എന്നാണ്. അദ്ദേഹത്തിന്റെ അമ്മ നന്നായി ഒരു കലാകാരിയായിരുന്നു. നന്നായിട്ട് പെയിന്റ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വാക്കുകളാണ്, ചാരിറ്റി ഈസ് നോട്ട് ഇനഫ്, വി നീഡ് സോഷ്യൽ റീഫോം. എന്ന് വെച്ചാല് നമ്മൾ കൊടുക്കുന്ന സംഭാവനകൾ അല്ലെങ്കിൽ പരസ്നേഹത്തിന് വഴി കൊടുക്കുന്ന പൈസ കൊണ്ട് ജനങ്ങളെ ഉദ്ധരിക്കാൻ ഉതകുകയില്ല. അതും മാത്രമല്ല, സാമൂഹ്യമായിട്ടുള്ള പരിഷ്കാരങ്ങളും സാമൂഹ്യ നീതിയും വേണമെന്നുള്ള ആശയക്കാരനായിരുന്നു, ചെറുപ്പക്കാരനായിരുന്ന ജോർജിയോ ബർസാറ്റി എന്ന വിശുദ്ധൻ. ഒരു 2 പേരെ ഇന്ന് വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുകയാണ് റോമിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച്. ഇനി ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന വിശുദ്ധനാണ് കാർലോ അക്വിറ്റീസ്. ഇവിടെ ഇരിക്കുന്ന പലരുടെയും പ്രായം ഉണ്ടായിരുന്നില്ല, മറ്റു 15 വയസ്സ്. ഇവിടെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് 15 വയസ്സുണ്ട്. അപ്പൊ കേവലം 15 വർഷങ്ങൾ മാത്രം ഭൂമിയിലായിരിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ച കാർലോ അക്വിറ്റീസ് ചെറുപ്പം മുതലേ ഒരു വിശുദ്ധ ജീവിതം കഴിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അന്റോണിയോ, ഒരമ്മയുടെ പേര് ആൻഡ്രിയ. അദ്ദേഹം ഈ 15 വയസ്സ് മുതലേ ഒരു വെബ്സൈറ്റ് ഡിസൈനറായി. അദ്ദേഹം ചെയ്ത കാര്യങ്ങള്, ലോകത്തിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങള്, അതിനെയെല്ലാം ക്രോഡീകരിച്ച് ക്രമപ്പെടുത്തിയ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. 15 വയസ്സിന് മുമ്പ് അദ്ദേഹം ചെയ്തൊരു പുണ്യപ്രവർത്തിയാ. നമ്മുടെ വിളക്കിന്നൂർ ദേവാലയത്തില് വിശുദ്ധ കുർബാന ഒരു വൈദ്യൻ കുറെ വർഷങ്ങൾ അർപ്പിച്ചപ്പോൾ ഈശോയുടെ അത്ഭുതകരമായ പ്രതിച്ഛായ
തിരുവോസ്തിയിലുണ്ടായി. അതൊന്ന് ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത്ഭുതം നടന്ന അന്ന് തന്നെ ഞാൻ അവിടെ ചെല്ലുകയും എൻ്റെ കയ്യിലെടുക്കുകയും ചെയ്തതാണ് വിശുദ്ധ കുർബാന. കാരണം ഇത് കേട്ടപ്പോൾ അടുത്ത വഴിയിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം അതിന് സാക്ഷിയാണ്. 2 പ്രാവശ്യം ആളുകളെ എല്ലാം കാണിച്ചു. വിശുദ്ധ കുർബാന ഉയർത്തിക്കൊണ്ട് 10-60 പേരൊക്കെ വന്നു കഴിയുമ്പോൾ 3-ാം പ്രാവശ്യം ഞങ്ങൾ അടുത്ത് നിന്ന് തന്നെ കണ്ടു. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ പിടിച്ചു. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. സാധാരണയായിട്ട് ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാന, തിരുവോസ്തി ഒത്തിരി കാലം മഴക്കാലൊക്കെ വരുമ്പോൾ പൂത്തൊക്കെ പോകും. പക്ഷെ ഇത് വർഷങ്ങളേറിയിട്ട് അതിന് യാതൊരു കേടും സംഭവിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമതായിട്ട് ഈശോയുടെ പ്രതിച്ഛായ യാതൊരു മങ്ങലുമില്ല. കാനഡയിൽ നിന്നും എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു അച്ഛൻ വന്നിരുന്നു. അച്ഛനും ഞങ്ങളെല്ലാം കൂടെ ഇന്നലെ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ഈ കോട്ടയത്തെ സഹായമെത്രാൻ കണ്ണൂരുള്ള പിതാവും അവിടെ നിന്ന് നിരവധി സിസ്റ്റേഴ്സും സമർപ്പിതരും ഒക്കെ ഒരു വണ്ടിയിൽ അവിടെ എത്തിയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു പോയത്. നിരവധി ആളുകൾ അവിടെ എത്താറുണ്ട്. അപ്പോൾ ദിവ്യകാരുണ്യത്തിന്റെ ഒരു വലിയ വിശുദ്ധനാണ് കാർലോ അക്വിറ്റീസ്. അദ്ദേഹം നിര്യാതനായത് ക്യാൻസർ, രക്തത്തിൽ ക്യാൻസർ ബാധിച്ചാണ്. ഇങ്ങനെയാണ് 15-ാം വയസ്സിൽ അദ്ദേഹം നിര്യാതനായത്. പ്രസന്ന മുഖം എപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ മൊബൈൽ ഉപയോഗിക്കുന്നവരുടെ, കമ്പ്യൂട്ടറുകാരുടെ എല്ലാം മധ്യസ്ഥനാണ് കാർലോസ്. അതുപോലെ ദിവ്യകാരുണ്യ ഭക്തിയുള്ള കുട്ടികളുടെയും മധ്യസ്ഥനാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ഭക്തിയോടും ആദരവോടും കൂടി ദേവാലയത്തിലായിരിക്കാനായിട്ട് നമുക്ക് കഴിയണം. പ്രാർത്ഥനാ നിരതരായിരിക്കാനായിട്ട് കഴിയണം. ശ്രദ്ധയോടും ഏകാഗ്രതയോടും കൂടി ദൈവിക സാന്നിധ്യത്തെ പറ്റിയുള്ള അവബോധത്തോടും കൂടി ദേവാലയത്തിലായിരിക്കാനായിട്ട് കഴിയണം. കാർലോസ് അങ്ങനെയായിരുന്നു. ദിവ്യകാരുണ്യം ഭക്തിയോടുകൂടി സ്വീകരിക്കുകയും ആദരവോടുകൂടി ജീവിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ലുക്കേമിയ എന്ന ബ്ലഡ് ക്യാൻസർ ബാധിതനായി 15-ാം വയസ്സിൽ അദ്ദേഹം ഗൃഹവാസം വെടിഞ്ഞു. അദ്ദേഹത്തിന്റെ എല്ലാ സഹനങ്ങളും സഭയ്ക്കും മാർപ്പാപ്പായുടെ നിയമങ്ങൾക്കും വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഷ്രൈൻ ഓഫ് ഇനിഷ്യേഷൻ അസിസിയിലെ ഒരു ദേവാലയത്തിലൂടെ, കഴിഞ്ഞ വർഷം അസിസിയിൽ പോയി, ഫ്രാൻസിസ് കുഞ്ഞാട് ദേവാലയത്തിൽ പോയി. മഴയായിരുന്നതിനാൽ കുറച്ച് അകലെയുള്ള ഈ ദേവാലയത്തിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവര് അതിനുള്ള സാഹചര്യം ഒരുക്കിയില്ല. അതുകൊണ്ട് കാണാനായിട്ട് പോകാനായിട്ട് കഴിഞ്ഞില്ല. അടുത്തുവരെയും പോയി. അസിസി പുണ്യാളന്റെ അടുത്ത് പോയി. അതിനു മുമ്പ് ഞാൻ പോയ അവസരത്തിൽ ക്ലാരപ്പുണ്യയുടെ അടുത്ത് പോയി. ക്ലാരപ്പുണ്യയുടെ ശരീരവും അഴുകാതെ ഇന്നും അവിടെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ക്ലാരപ്പുണ്യവതിയുടെ ദേവാലയത്തിൽ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും മാതൃകയാണ് ഈ കാർലോ അക്വിറ്റീസ് എന്ന് പറയുന്ന വിശുദ്ധൻ. നിങ്ങളുടെ എല്ലാവരുടെയും വിശുദ്ധനാണ്. കാരണം കുട്ടികൾക്കും വിശുദ്ധരാകാൻ കഴിയുമെന്ന് ഈ കാർലോസ് അക്വിറ്റീസ് തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം വഴിയായിട്ട്, പ്രാർത്ഥനാ ചൈതന്യം വഴിയായിട്ട്, നന്മകൾ വഴിയായിട്ട്, വിശ്വാസത്തോടുകൂടി അവരോടുകൂടി ദിവ്യകാരുണ്യം സ്വീകരിച്ചുകൊണ്ട്, അങ്ങനെ നന്മയുടെ ഒരു ജീവിതത്തിലെ കെട്ടിപ്പടുത്തുകൊണ്ട്, മൊബൈലും മാധ്യമവും ഒക്കെ ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കാൻ വേണ്ടി ചിലവഴിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം മനോഹരമായിട്ട് കാഴ്ചവെച്ചു. അതുകൊണ്ട് റോമിൽ വെച്ച് ഇന്ന് മാർപ്പാപ്പായി 2 പേരെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈ 2 വിശുദ്ധരും നമ്മുടെ എല്ലാവരുടെയും വിശുദ്ധരാണ്. സവിശേഷമായിട്ട് കുട്ടികളുടെ, യുവജനങ്ങളുടെയൊക്കെ വിശുദ്ധരാണ്. അവരുടെ ആ നല്ല മാതൃക, അവർ നല്ല മാതൃക കാണിച്ചു വെച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ അധികാലം ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജീവിച്ച കാലഘട്ടങ്ങൾ മനോഹരമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കടന്നു പോകാനായിട്ട് അവർക്ക് കഴിഞ്ഞു. അവരെ നമുക്ക് അനുസരിക്കാം, അവരുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. അവരുടെ ജീവിത മാതൃക നമുക്ക് വഴികാട്ടിയായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.